ഡൊണാൾഡ് ട്രംപ് എന്ന പെരുങ്കള്ളനും ബെഞ്ചമിൻ നെതന്യാഹു എന്ന തീവ്രവാദിയും കൂടി ചേർന്നിട്ട് നടത്തുന്ന പെരുങ്കള്ളങ്ങൾ അത് സത്യമാണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ലോകം, അതിനെ എതിർത്ത് നിൽക്കുന്ന ഒരു വിഭാഗം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തെ ഇറാനെ കുറ്റം പറയുന്നവരുണ്ട്, മറ്റുള്ളവർ കുറ്റം പറയുന്നവരുണ്ട്. സത്യത്തിൽ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസയും മറ്റും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു അജണ്ടയുണ്ട്. അവരൊരു ഭൂപ്രദേശം വരച്ചിട്ടിട്ടുണ്ട്. അത്രയും പ്രദേശം അവർക്ക് എടുത്തുകൊണ്ട് അവർക്കൊരു വിശാല രാജ്യം വേണം. അതിനിടയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർ തച്ച് നശിപ്പിക്കും. ഇപ്പോ ഗസയുടെ ചുറ്റും ഇസ്രായേലാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ പട്ടണമാണ്, ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഗസയ്ക്കുള്ളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർ പട്ടിണിയിലാണ്. പട്ടിണി കൊണ്ട് കുട്ടികളും സ്ത്രീകളും അവിടുത്തെ എല്ലാവരും മരിച്ചു വീഴുകയാണ്. കാരണം അവർ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. മരുന്നോ ഭക്ഷണമോ വസ്ത്രമോ അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. വേറെ മാർഗമല്ല വരാൻ. ഇപ്പോ ഭൂമി തുറന്നു വരാൻ നിവൃത്തിയില്ലല്ലോ. ആ ഒരു അവസ്ഥയിൽ അവർ മരിച്ചു വീഴുമ്പോൾ അത് തങ്ങൾ കൊല്ലുന്നതല്ല, ഞങ്ങൾ ഗസയെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയും ചെയ്യും. സത്യത്തിൽ ഈ പ്രദേശം മുഴുവൻ പിടിച്ചെടുക്കുകയും ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കുകയും വേണം എന്നതാണ് ഇസ്രായേൽ അജണ്ട. അങ്ങനെയുള്ള ഒരു രാജ്യം ഭീകര രാജ്യമല്ലാതെ മറ്റെന്താണ്? എന്നാൽ ആ ഒരു ഭീകരതയെ നമ്മൾ ആരും ഭീകരതയായിട്ട് കാണുന്നില്ല. അതിനോടുള്ള ചെറുത്ത് നിൽപ്പിനെ ഭീകരതയായിട്ട് നമ്മൾ പറയുകയും ചെയ്യും. അതൊന്ന്. ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെ? പെരുങ്കള്ളനാണ്, കള്ളനാണ്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അയാൾക്ക് വേണം, അല്ലെങ്കിൽ അയാളെ കാൽക്കീഴിലായിരിക്കണം എല്ലാം. അയാൾ പറയുന്നതനുസരിച്ച് ലോകം ചലിച്ചോണം. ഇറാന്റെ കയ്യിലുള്ള എണ്ണയും ഇറാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള യുറേനിയം, ഇത് രണ്ടും ഒന്ന് കൊടുത്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് സമാധാനം, ഇറാന് സമാധാനം, ഇസ്രായേലിന് സമാധാനം, എല്ലാവർക്കും സമാധാനം. തൽക്കാലം ആ സമാധാനം വേണ്ട എന്നവർ തീരുമാനിച്ച ആ യുദ്ധത്തിന്റെ ഗതി ഇപ്പൊ എന്താ UAE കൂടെ ബാധിക്കാം. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ ഒരു പ്രതിസന്ധിയിൽ, ഈ യുദ്ധത്തിൽ UAE എടുത്തിട്ടുള്ള നിലപാട് ഇറാനെ ചൊടിപ്പിച്ചേക്കാണ്. ഇറാന്റെ ദേശീയ സുരക്ഷാ സമിതി അംഗം അലി ഖസ്രിയാൻ പറഞ്ഞതായി പുറത്തുവരുന്ന വാർത്ത മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ഭയപ്പെടുത്തുന്നതാണ്. കാര്യം ഇറാൻ പറയുന്നു, ഇനി മുതൽ UAE എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദര രാജ്യമോ മറ്റോ ഒന്നും ആയിരിക്കില്ല, തങ്ങളുടെ ശത്രു രാജ്യമായിട്ടാണ് തങ്ങൾ കണക്കാക്കുന്നത്. അതായത് തങ്ങളുടെ ശത്രുക്കളെ സഹായിക്കുന്ന, ശത്രുക്കളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, ശത്രുക്കളുമായി മാത്രം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ സൈനിക നടപടികളെ ന്യായീകരിക്കുന്ന ആ രാജ്യവുമായി തങ്ങൾക്കിനി യാതൊരു ബന്ധവുമില്ല. ആ രാജ്യം തങ്ങളുടെ ശത്രു രാജ്യമായി തന്നെ കണക്കാക്കും, തങ്ങൾ ആക്രമിക്കുമെന്ന് തന്നെയാണ്. അതേസമയം UAE അത് കേട്ടിട്ട് കുലുങ്ങുന്നൊന്നുമില്ല. UAE സംബന്ധിച്ചിടത്തോളം താടടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് UAEയുടെ മേലേക്ക് ചെല്ലുന്ന ഇറാന്റെ ആയുധങ്ങളെ, അത് ഡ്രോണുകളായാലും മിസൈലുകളായാലും ചെല്ലുന്നതിനെയൊക്കെ തകർക്കുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രമേ എവിടെയെങ്കിലും വീട് പൊട്ടുന്നുള്ളൂ. പക്ഷേ എല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ UAEക്കും കഴിയുന്നുണ്ട്. അത്യാവശ്യം തരക്കെട്ടില്ലാത്ത ഒരു സൈനിക ശക്തിയായി അവർ മാറിയിട്ടുണ്ട്. പക്ഷെ ഇറാനെ പോലെ ദീർഘകാലം യുദ്ധം ചെയ്യാനുള്ള ശേഷി അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഈ അടുത്ത് ഇസ്രായേലുമായിട്ട് കൈകോർക്കുന്ന UAEയുടെ ഒരു നിലപാട് ഉണ്ടായതായി വാർത്ത വന്നിരുന്നു. അതൊരു പക്ഷേ ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവും. ഇതിലിപ്പോ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് പശ്ചിമേഷ്യയിലെ ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങളാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതിസന്ധി വരാൻ പോകുന്നില്ല. 40 വർഷമായി ഉപരോധത്തിലാണ് ഇറാൻ. അതായത് അവർ തമ്മിൽ വ്യാപാര ബന്ധങ്ങളില്ല, മറ്റ് യാതൊരു ബന്ധങ്ങളുമില്ല. അവരുടെ സമ്പത്താകട്ടെ ലോകത്തെ വിവിധ ഭാഗങ്ങളായി തടഞ്ഞു വെച്ചേക്കുകയും ചെയ്തത്. അപ്പൊ ഇത്രയും വലിയൊരു ഭീകര അവസ്ഥയിൽ ആ രാജ്യത്തിന് ഒരു നിലനിൽപ്പുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി അവിടുത്തെ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ആ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കാർഷിക മേഖലയായാലും മറ്റു ഉൽപാദന മേഖലയായാലും സൈനിക മേഖലയായാലും ആയുധങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയായാലും എല്ലാം. അതായത് ആ രാജ്യത്തിന് ആ രാജ്യത്തിന്റെ ഉള്ളിലുള്ള ഭക്ഷ്യവസ്തുക്കളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കഴിയാൻ പറ്റും. മറ്റു രാജ്യങ്ങളെ അധികം അങ്ങോട്ട് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതേസമയം മറ്റു രാജ്യങ്ങൾക്ക് എണ്ണയ്ക്ക് വേണ്ടി ഇറാനെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വൻതോതിൽ ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടിവെച്ചിട്ടുള്ള ഇറാനെ മറ്റൊരു വിധത്തിലും അവരെ മാറ്റി നിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ അല്ലാതെയോ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്, മനസ്സിലാക്കിയേ പറ്റൂ. പക്ഷെ UAEയുടെ ഒന്നും കഥ അതല്ല. UAE സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു വലിയ സൈനിക നിലപാടുകൾ അവർ എടുത്തിട്ടില്ല. അത്തരം ആയുധ ശേഖരങ്ങൾ അവർക്കില്ല. അതുപോലെ തന്നെ അവർക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റില്ല. കുറെ കണ്ണാടി മാളികകൾ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ആ കണ്ണാടി മാളികകൾ തകർന്നു വീഴാൻ നിമിഷ നേരം മതി. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമാകാൻ കുറഞ്ഞ സമയം മതിയും. കാരണം ആ രാജ്യത്തേക്കുള്ള വിമാന സർവീസുകൾ, കപ്പൽ സർവീസുകൾ നിലച്ചു പോയാൽ അവിടെയുള്ള ജനങ്ങൾ ഇനി ആരൊക്കെയായാലും പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതീവ ദുരന്തമായിരിക്കും. അവരുടെ സാമ്പത്തിക നില എന്ന് പറയുന്നത്, സാമ്പത്തിക ശക്തിയാണ് തങ്ങൾ എന്ന് പറയുന്ന, ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതിസമ്പന്നർ ഒഴുകിക്കൊണ്ടിരുന്ന ദുബായ് പോലും
നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇതാണ് മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ. പക്ഷെ ഇറാനെ അത് ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി എത്രത്തോളം വളർത്തണം, എത്രത്തോളം ദുരിതമാക്കണം എന്ന് മാത്രമായിരിക്കും അമേരിക്ക ശ്രദ്ധിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമാണ്, അവർക്ക് മറ്റുള്ളവരെ കൊള്ളയടിക്കാന്നേ ഉള്ളൂ. ഇപ്പോൾ UAE അവരുടെ കൂടെ നിന്നാലും, ഖത്തർ അവരുടെ കൂടെ നിന്നാലും, ഇനി ഒമാൻ അവരുടെ കൂടെ നിന്നാലും, ആരവരെ കൂടെ നിന്നാലും അവിടെയുള്ള എണ്ണ സമ്പത്തും അവിടെയുള്ള മറ്റു സമ്പത്തുകളും പിന്നെ അവരുടെ കീഴാളനായി നിൽക്കാനുള്ള ഒരു സമ്മതവും ഇത് മാത്രമായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ട്രംപും ഇസ്രായേലും ഇറാന്റെ ശത്രുരാജ്യമായി നിലകൊണ്ട് ഇറാനെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് തന്നെ ആ നിലപാടുകളെ ശരിവയ്ക്കുന്ന UAE തങ്ങളുടെ ശത്രുപക്ഷത്താണ് ഇനി ഉള്ളത്. ശത്രു രാജ്യങ്ങൾ തങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളെ തങ്ങളും ആക്രമിക്കും എന്ന ഒരു ഭീഷണി അവിടെ നിലനിൽക്കുമ്പോൾ വലിയ ഒരു പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്നത്. Different angles. Don't forget to subscribe and support this channel.